നമ്മൾ ഒരു പുതിയ എക്സ്പി ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ റിസൾട്ട്സ് വളരെ അപ്രതീക്ഷിതമായിട്ടാണുള്ളത്. മീൻസ് 3 മിനിറ്റിൽ 60 ലെവൽസ് വരെ പോകാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പി ഫാം ആണ്. നമുക്കെന്നാൽ വീഡിയോയിലിട്ട് കിടന്നാലോ. നമുക്ക് ഇഷ്ടമുള്ള ബിൽഡിംഗ് ബ്ലോക്ക്സ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്മൂത്ത് ക്വാർട്സ് ആണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ സൈഡിലോട്ട് 9 ബ്ലോക്ക്സ് പോകുക. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 9. എന്നിട്ട് ഇങ്ങോട്ട് 7 ബ്ലോക്ക്സ് പോകുക. 1 2 3 4 5 6 7. എന്നിട്ട് ഇത് മൊത്തം അങ്ങ് ഫില്ല് ചെയ്യും. എന്നിട്ട് ഇതിന് ചുറ്റും ഒരു ചെറിയ വോള് പണിയുക. എന്നിട്ട് ഇവിടെ എവിടെ 9 ബ്ലോക്ക്സ് ഉള്ളതെന്ന് നോക്കിയിട്ട് 1 2 3 4 5 6 7 8 9. എന്നിട്ട് ഇവിടെ ആയിട്ട് വാട്ടർ ബക്കറ്റ് പ്ലേസ് ചെയ്യുക. ഇങ്ങനെ വരും കണ്ടുള്ളൂ. ഇവിടെ ഒരു സ്ഥലത്ത് വന്നേക്കും. അവിടെ അങ്ങ് പൊട്ടിക്കുക. എന്നിട്ട് ഇനി ഒരു ബ്ലോക്ക് താഴോട്ട് പോയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാക്കുക. ഇപ്പം ഇങ്ങനെ വരും. എന്നിട്ട് ഈ വാള് ഒരു ബ്ലോക്ക് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് വാള് ഇഷ്ടമുള്ള അത്രയും പൊക്കാൻ പറ്റും. ഞാനിപ്പോൾ എത്ര പൊക്കുന്നുള്ളൂ. ഇത്ര പൊക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഇനി അങ്ങേയറ്റത്തുനിന്ന് വാട്ടർ ബക്കറ്റ് 2 പ്ലേസ് ചെയ്ത് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഒരു ബ്ലോക്കിൻ്റെ അവിടെ നിൽക്കും. അപ്പം ഈ ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ച് കളയുക. എന്നിട്ട് താഴോട്ടൊരു ഇങ്ങനെ ബ്ലോക്ക് പോയിട്ട് വോളും വെക്കുക. എന്നിട്ട് ഇങ്ങനെ ആവത്തില്ല. എന്നിട്ട് ഇവിടെ ആയിട്ടൊരു ഫ്ലോർ പോലെ ഇങ്ങനെ പണിയുക. ഇവിടെ ആയിരിക്കും സിൽവർ ഫിഷ് വന്ന് വീഴുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് വെക്കാൻ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഗ്ലാസ് വെക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എന്നിട്ട് ഇവിടെ ആയിട്ട് വല്ല സ്ലാബ് വലുത് വെക്കുക. അവിടെ സ്മൂത്ത് ക്വാർട്സ് ആണ് എടുക്കുന്നത്. സ്ലാബ് എടുത്തിട്ടും വലിയ ഇതൊന്നും ഇല്ല. എന്നാലും സ്ലാബ് വെക്കുന്നതാണ് ഇതിവിടെ നല്ലത്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലെ പണിയുക. അണ്ടർഗ്രൗണ്ട് പണിയുന്നതായിരിക്കും ഇതിലും നല്ലത്. ഞാനവിടെ ഇങ്ങ് മോളിൽ പണിതേ ഉള്ളൂ. നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് പണിയാം.
ഓൺ ടോപ്പ് ഓഫ് ലാൻഡ്, അല്ലെങ്കിൽ എന്നെപ്പോലെ എയർലി പണിയാം. അണ്ടർ വാട്ടർ വർക്കാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഇങ്ങനെ വരും, കണ്ടല്ലോ. എന്നിട്ട് ഇവിടുന്ന് 1 2 3 ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് 1 2 3 4 അങ്ങനെ വരും, കണ്ടോ. ഇവിടുന്ന് വേറൊരു ബ്ലോക്ക്. അടിയിലത് കവർ ചെയ്യുക. എന്നിട്ട് അതിന് ചുറ്റും ഇവിടെ നിന്നൊരു ബ്ലോക്ക് ഗ്യാപ്പ് വിട്ടിട്ട് ചെറിയ റൂം പോലെ പണിയുക. ഇങ്ങനെ തുടർന്ന് ഒരു ബ്ലോക്ക് പൊക്കത്തി പണിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പൊക്കാം. ആ അറ്റത്തെ മാത്രം ഒരറ്റത്തെ പൊക്കാൻ പറ്റത്തില്ല. കണ്ടോ. ഇവിടെ നിങ്ങൾക്ക് വേറെ ചെറിയ പ്ലാറ്റ്ഫോം പോലെ പണിയാൻ, നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അയൺ ഗോളത്തിനെ സ്പോൺ ചെയ്യണം. ഈ ഫാം കുറച്ചൊന്ന് എക്സ്പെൻസീവ് ആണ്, എന്നാലും കുറെ എക്സ്പി കിട്ടും. അയൺ ഫാം ഇതുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്നിട്ട് ഈ അയൺകുളത്തിന് ഗ്യാപ്പിലോട്ട് വെക്കണമെന്നില്ല, ആയിരുന്നാലും മതി. കണ്ടോ, ഇങ്ങനെയോ. അപ്പോൾ ഇവിടെ ആയിട്ടൊരു ബ്രൂവിങ് സ്റ്റാൻഡ് വെച്ചിട്ട് അത് ബ്ലേസ് പൗഡർ ഇടുക, പിന്നെ വാട്ടർ ബക്കറ്റ്, ഗൺ പൗഡർ, നെതർ വാട്ടും പിന്നെ സ്റ്റോണും വേണം. വാട്ടർ ബോട്ടിലിനകത്ത് വാട്ടർ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇവിടെ 3 വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് നെതർ വാട്ടർ ഇടുക. അപ്പോൾ അത് അതിന് അക്വാർഡ് പോർഷൻസ് ആക്കും. എന്നിട്ട് ഇപ്പോൾ അക്വാർഡ് പോർഷൻസ് ആയപ്പോൾ അതിനകത്തോട്ട് സ്റ്റോൺ ആഡ് ചെയ്യുക. ഞാനകത്ത് ഇൻഫെസ്റ്റഡ് സ്റ്റോൺ ആണ് എടുത്തത്, ശരിക്കും സാധാരണ സ്റ്റോൺ മതി. ആ സ്റ്റോൺ ആഡ് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ പോർഷൻ കിട്ടുന്നുണ്ടായിരുന്നു, പോർഷൻ ഓഫ് ഇൻഫെസ്റ്റേഷൻ. ആ പോർഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മോബിനകത്തോട്ട് അപ്ലൈ ചെയ്താൽ ആ മോബിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ചാൻസ് ഉണ്ട് സിൽവർ ഫിഷ് സ്പോൺ ആവാൻ. അപ്പോൾ നമ്മൾ ആ സിൽവർ ഫിഷിനെ കളക്ട് ചെയ്തിട്ട് അതിന് ഫാം ചെയ്യുകയാണ് ഈ ഫാമിൽ നടക്കുന്നത്. അതിനകത്തേക്ക് ഒരു ഗൺ പൗഡർ ഇടുക,
സ്പ്ലാഷ് പോർഷൻ ഓഫ് ഇൻഫെസ്റ്റേഷൻ ആവാം. എന്നിട്ട് തോന്നുന്നു ഇപ്പം മതി. ഇപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവൻ്റെ മേലെ സ്പ്ലാഷ് ചെയ്യുക. അപ്പം ഇൻഫെസ്റ്റേഷൻ്റെ എഫക്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഒരു അയൺ ഇങ്കറ്റ് വേണം. അതൊക്കെ നമ്മളെ ഹിറ്റ് ചെയ്യാന്നത് സിൽവർ ഫിഷ് സ്പോൺ ആവുന്നതാണ്. കുറെ ഡാമേജ് കഴിയുമ്പോൾ നമുക്ക് ഞാൻ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ കുറച്ച് നേരം ഹിറ്റ് ആയിട്ടാണ്. 2 പ്ലെയർ ആണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് വറക്കാം. മൂന്ന് മിനിറ്റത്തേക്ക് ഒരു പോർഷൻ കൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്കിനി അവിടെ താഴെ പോയി നോക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ AFK ചെയ്യാനായിട്ട് അവിടെ അടച്ചു വെക്കുന്നതാണ് നല്ലത്. ഇതിങ്ങനെ താഴോട്ടൊക്കെ വീഴും. കണ്ടോ, എനിക്കിപ്പോൾ വേറെ ആരും ഇല്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ മൾട്ടിപ്ലെയർ കളിച്ച് കാണിച്ചു തന്നെ. ചെമ്പിടുന്നുണ്ടോ? അപ്പോൾ എഴുതി കൊടുത്തില്ല, പക്ഷെ ഇങ്ങനെ താഴോട്ട് വീഴും. അപ്പോൾ അത്രേ ഉള്ളൂ ഫാം. അങ്ങനെ ഫാം കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കിങ്ങനെ പെട്ടെന്ന് എക്സ്പീരിയൻസ് കിട്ടും. എളുപ്പമുള്ള പിന്നെ എഫിഷ്യൻറ്റ് ഫാമാണിത്. നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയറും ചെയ്യുക. വേറെ എന്തെങ്കിലും ഫാം ഐഡിയാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.